വളരെ എഡമന്റ് ആയ ഒരു സ്റ്റാൻഡ് എടുത്തു. അദ്ദേഹത്തെ കാണേണ്ടതില്ല, അതായത് അദ്ദേഹം കാണാൻ കോഴിക്കോട് വന്നു, കെ സിയെ വിളിക്കുന്നു, കെ സി കാണേണ്ടതില്ല എന്ന് പറയുന്നു. അത്തരം ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ കെ സി വേണുഗോപാലിനെ പോലെ ഔന്നത്യത്തിൽ പാർട്ടിയുടെ രണ്ടാമനായി നിൽക്കുന്ന ഒരാൾ കാണുന്നത് ഞാൻ കാണുന്നതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായി, താരതമ്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കെ സി വേണുഗോപാൽ പാർട്ടിയിലെ രണ്ടാമനായിട്ടുള്ള ആളാണ്, പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞ രണ്ടാമനായിട്ടുള്ള ഒരാളാണ്. ശ്രീ കെ സി വേണുഗോപാലിനെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനത്തിൻ്റെ പരിപൂർണമായ പരിഹാരമാണ്. എനിക്ക് അദ്ദേഹം ഇപ്പം ശ്രീ പി വി അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, മുന്നണി പ്രവേശനം, സ്ഥാനാർത്ഥിത്വം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു കാര്യം, ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനോ ഉറപ്പ് പറയാനോ പറ്റുന്ന ഒരാളാണോ ഞാൻ? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും, ഞാൻ കാണുന്നതിൻ്റെ ലക്ഷ്യം പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ കണ്ടതിന് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഇനി നിങ്ങൾ തിരിച്ചും മറിച്ചും തല കിഴിക്കുമ്പാടും ഗരുഡൻ പുതൂക്കം തൂക്കി ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കണ്ടതിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏതാ? കാണേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? കാരണം പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടത് തെറ്റാണ് എന്ന് വ്യക്തിപരമായി കണ്ടത്. ദീർഘനേരം സംസാരിച്ചത് അധികവും ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ പറ്റിയാണ്. എനിക്കത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം അദ്ദേഹം ഇൻസൈഡർ ആയിട്ടുള്ള ഒരാളാണല്ലോ. അല്ല, അദ്ദേഹം ഇൻസൈഡർ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പത്രസമ്മേളനം ആദ്യം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ വഞ്ചിച്ചത് ആരാന്നറിയാമോ? അദ്ദേഹം ഈ പത്രസമ്മേളനം ആദ്യം നടത്തിയപ്പോൾ അത്ര കാലമായി അദ്ദേഹത്തോട് എനിക്ക് നിശിതമായ വിമർശനം മാത്രമേ ഉള്ളൂ. അജിത് കുമാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാനുമായി വ്യക്തിപരമായ അനുഭവമുള്ള ഒരു കാര്യവും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കൊടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു. ഞാൻ ആ ഫോണിൽ വിളിക്കുന്ന ദിവസവും ഞാൻ പിണറായി വിജയനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അല്ല, പിണറായി വിജയൻ കുഴപ്പമില്ല, ഇതെല്ലാം ശശിയും അജിത് കുമാറും കൂടെ ഒപ്പിക്കുന്ന പ്രശ്നമാണ്, ആ പാവം പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ ആളാണ് അദ്ദേഹം. അത്രമാത്രം പിണറായി വിജയൻ വിശ്വസിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഇൻഫോർമേറ്റീവാണ്, അതെനിക്ക് പ്രയോജനപ്പെടുമല്ലോ. മാത്രമല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ശ്രീ എം സ്വരാജൊക്കെ ഇന്ന് രാവിലെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? നമ്മളൊന്ന് ഇവിടുത്തെ മുൻ MLA കാണുമ്പോൾ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഇങ്ങനെ ബേജാറാകല്ലേ? അങ്ങനെ ബേജാറാകല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്വാഭാവികമായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണല്ലോ നമ്മളിപ്പോൾ പ്രവർത്തിക്കാൻ വന്നിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരുമ്പോൾ CPM തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ മനസ്സിലാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. വർഗീയതയുമായിട്ടുള്ള കോംപ്രമൈസ് ഇല്ലാത്ത എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ, ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുന്നത്, ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ മുൻ MLA എന്നെല്ലാം പറയാനുണ്ട് എന്നൊന്ന് കേൾക്കണ്ടേ? പിന്നെ അതായത് ഞാൻ രാവിലെ തൊട്ട് CPM നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കാണുമായിരുന്നു. CPM നിർത്തി ജയിപ്പിച്ച് 9 വർഷക്കാലം MLA ആയിരുന്ന ഒരാളെ കാണാൻ പോയതിനെ ഇവർ അശ്ലീല ചുവയോട് ആക്ഷേപിക്കുകയാണ്. അശ്ലീലം എന്ന് പറയുന്നത് രാഷ്ട്രീയമായ അശ്ലീല ചുവയോട് ആക്ഷേപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരാൾക്ക് കാണാൻ കൊള്ളരുതാത്തവനാണ് ഇവർ 9 വർഷക്കാലം MLA ആക്കിയെന്ന ആളെന്നാണോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?